സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്ന് ടാരോയിലൂടെ ഒരു ഫിനാൻസിൻ്റെ മെസ്സേജ് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫിനാൻസിൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ നോക്കുമ്പോൾ 7 ഓഫ് സോഴ്സാണ്. 7 ഓഫ് സോഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ബിട്രയലിൻ്റെ ഡിസെപ്ഷൻ്റെ കാർഡാണ്, ചതിയുടെ കാർഡാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് സാമ്പത്തികമായ കാര്യമായതുകൊണ്ട് സാമ്പത്തികമായ തട്ടിപ്പുകൾ അല്ലെങ്കിൽ സാമ്പത്തികത്തിൽ ചതി നടന്നിരിക്കുന്നു. അപ്പോൾ എന്താണ് അതിൻ്റെ റീസൺ നോക്കുമ്പോൾ നടുവിലത്തെ കാർഡ് നൈറ്റ് ഓഫ് സോഴ്സ്. നൈറ്റ് ഓഫ് സോഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യോദ്ധാവ് കുതിരപ്പുറത്ത് കഠിനാധ്വാനം ചെയ്ത് ഫാസ്റ്റായിട്ട് ചിന്തിച്ച് തൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ പെട്ടെന്ന് എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യണ ആളാണ് ഇയാൾ. തിടുക്കത്തോടുകൂടി ഒന്നും ചിന്തിക്കാതെ, കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെ എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യണ ഒരു ക്യാരക്ടറാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഈ ചതിയും തട്ടിപ്പൊക്കെ സംഭവിക്കാനുള്ള കാരണം. ഇനി അതിനുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കുമ്പോൾ ഏസ് ഓഫ് സോഴ്സാണ്. പക്ഷെ നിങ്ങൾക്ക് വീണ്ടും ഒരു പുതിയ തുടക്കത്തിനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങളുടെ ഐഡിയാസിനനുസരിച്ചുള്ള അവസരങ്ങളാണ്. അപ്പോൾ അവിടെ നിങ്ങൾ സാമ്പത്തികമായിട്ട് ശരിയായ തീരുമാനങ്ങളെടുത്ത് താഴെയുള്ള കുന്നുകളും മലകളൊക്കെ കാണിക്കുന്നത് വെല്ലുവിളികളെയാണ്. ആ വെല്ലുവിളികളെ നേരിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങളുടെ ബുദ്ധിയും ശക്തിയും ഒക്കെ ഉപയോഗിച്ച് ശ്രദ്ധയോടുകൂടി ആശയവിനിമയം നടത്തി നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സക്സസ് ഉണ്ടാവും. ആ വാളിൻ്റെ മുകളിൽ കാണുന്നത് ഒരു കിരീടമാണ്. അത് സക്സസ്സിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ ഈ കഴിഞ്ഞ കാലത്തിലെ അതിൽ പാഠം പഠിച്ചുകൊണ്ട് ശ്രദ്ധിച്ച് വേണ്ട പോലെ തീരുമാനങ്ങളെടുത്ത് ഹാർഡ് വർക്ക് ചെയ്ത് തൻ്റെ ശക്തി ഉപയോഗിച്ച് വെല്ലുവിളിയിൽ നേരിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സക്സസ്സും ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഏസ് ഓഫ് സോഴ്സ് എന്നുള്ള കാർഡ് പറയണത്. അതാണ് ടാരോയിലൂടെ ഉള്ള ഗൈഡൻസ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്താൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.